കണ്ണൂർ ആനപ്പന്തി സർവീസ് സഹകരണ ബാങ്കിന്റെ കച്ചേരിക്കടവ് ശാഖയിൽ നിന്ന് 60 ലക്ഷം രൂപയുടെ സ്വർണം കവർന്ന കേസിലെ മുഖ്യപ്രതി അറസ്റ്റിൽ. CPIM ബ്രാഞ്ച് സെക്രട്ടറിയും ബാങ്കിലെ താൽക്കാലിക ക്യാഷ്യറുമായ സുധീർ തോമസ് ആണ് അറസ്റ്റിലായത്. ബംഗളൂരുവിലേക്ക് കടക്കാൻ ശ്രമിക്കുന്നതിനിടെ മൈസൂരിൽ വെച്ചാണ് ഇരിട്ടി പോലീസ് ഇയാളെ കസ്റ്റഡിയിലെടുത്തത്. പണയം വെച്ചതും ലോക്കറിൽ സൂക്ഷിച്ചതുമായി 60 പവൻ സ്വർണമാണ് ബാങ്കിൽ നിന്ന് നഷ്ടപ്പെട്ടത്. സ്വർണ്ണാഭരണങ്ങൾ മാറ്റി പകരം മുക്കുപണ്ടം വെച്ചായിരുന്നു തട്ടിപ്പ്. ബാങ്കിലെ താൽക്കാലിക ജീവനക്കാരനും CPIM ബ്രാഞ്ച് സെക്രട്ടറിയുമായ സുധീർ തോമസ് ആണ് മോഷണത്തിന് പിന്നിൽ. വിവരം പുറത്തറിഞ്ഞതു മുതൽ ഒളിവിൽ പോയ സുധീർ തോമസിനെ ഇന്ന് രാവിലെയാണ് അന്വേഷണ സംഘം പിടികൂടിയത്. ബംഗളൂരുവിലേക്ക് കടക്കാൻ ശ്രമിക്കുന്നതിനിടെ മൈസൂരിൽ വെച്ചാണ് ഇയാൾ പോലീസിന്റെ പിടിയിലായത്. ഏപ്രിൽ 29-നും മെയ് 2-നും ഇടയിലാണ് മോഷണം നടന്നത്. സുധീർ തോമസ് ഒറ്റയ്ക്കല്ല, പുറത്തുനിന്ന് ഇയാൾക്ക് സഹായം ലഭിച്ചിരുന്നുവെന്ന് പോലീസ് അന്വേഷണത്തിൽ വ്യക്തമായി. മോഷണം പോയ സ്വർണത്തിൽ ഭൂരിഭാഗവും ഒരാളുടെ പേരിലുള്ളതാണ് എന്നതാണ് പോലീസിന് പിടിവള്ളിയായത്. കൂടെ സുധീറിന്റെ ഭാര്യയുടെ പേരിലുള്ള സ്വർണവും നഷ്ടമായി. കച്ചേരിക്കടവ് സ്വദേശിയും ഓൺലൈൻ സ്ഥാപനം നടത്തുന്ന സുനീഷിന്റെ പേരിലുള്ള സ്വർണ്ണാഭരണമാണ് മോഷണം പോയത്. ഇയാളെ ചോദ്യം ചെയ്തപ്പോഴാണ് മോഷണത്തിലുള്ള പങ്കിനെക്കുറിച്ച് വ്യക്തമായത്. ഇരുവരും ചേർന്ന് പ്ലാൻ ചെയ്ത് നടപ്പിലാക്കിയ മോഷണമാണ് എന്ന് പോലീസിന് വ്യക്തമായി. ആദ്യഘട്ട ചോദ്യം ചെയ്യലിൽ തന്നെ സുനീഷ് തോമസ് കുറ്റസമ്മതം നടത്തി. ഒളിവിൽ പോയ സുധീറിനായി പോലീസ് അന്വേഷണം വ്യാപകമാക്കിയതോടെയാണ് ഇയാൾ കർണാടകത്തിലേക്ക് കടന്നതായി മനസ്സിലായത്. പിന്നാലെ എത്തിയ പോലീസ് മൈസൂരുവിൽ വെച്ച് സുധീറിനെ കസ്റ്റഡിയിലെടുത്തു. കേസിൽ ഇതുവരെ 2 പേരാണ് അറസ്റ്റിലായത്. ബാങ്കിനകത്തു നിന്ന് മറ്റാരുടെയെങ്കിലും സഹായം താൽക്കാലിക ജീവനക്കാരനായ സുധീറിന് ലഭിച്ചിട്ടുണ്ടോ എന്ന് വിശദമായി പരിശോധിക്കുകയാണ് അന്വേഷണ സംഘം. വെറുമൊരു താൽക്കാലിക ജീവനക്കാരനായ സുധീറിന് എങ്ങനെയാണ് സ്ട്രോങ് റൂം തുറക്കാനും ഇടപാടുകൾ സുഖകരമായി നടത്താനും കഴിഞ്ഞത് എന്നാണ് പോലീസ് പരിശോധിക്കുന്നത്. ബ്രാഞ്ച് മാനേജർക്ക് ജാഗ്രത കുറവുണ്ടായി എന്ന് ചൂണ്ടിക്കാണിച്ച് ഇന്നലെ തന്നെ സസ്പെൻഡ് ചെയ്തിരുന്നു. റിപ്പോർട്ടർ, കണ്ണൂർ.